ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്താണെന്നറിയോ? അത് നമ്മുടെ മൈൻഡാണ്, നമ്മുടെ മനസ്സാണ്. നമ്മൾ ലൈഫിലെടുക്കുന്ന എല്ലാ ഡെസിഷൻസും വെദർ ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം വി ക്രിയേറ്റ് ഓൾ ദീസ് തിങ്സ് ത്രൂ അവർ മൈൻഡ്. നമ്മളിപ്പം ലോകത്ത് കാണുന്ന എല്ലാ ഇന്നോവേഷൻസ് ആണെങ്കിലും എല്ലാ ഇൻവെൻഷൻസ് ആണെങ്കിലും അത് സംഭവിക്കുന്ന ഒരു തോട്ടിൽ നിന്നാണ്. നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. നമ്മളത് പോസിറ്റീവായിട്ട് വെച്ചാൽ പോസിറ്റീവ് റിസൾട്ട്സ് കാണും, നെഗറ്റീവായിട്ട് വെച്ചാൽ നെഗറ്റീവ് റിസൾട്ട്സ് കാണും. എനിക്ക് ഈ മൈൻഡ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാസിനേഷനുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ബുക്സ് കുറേ വായിക്കാറുണ്ട്. ഞാൻ ഫസ്റ്റായിട്ട് വായിക്കുന്നൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. അതിവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചു. അതൊരു ഐ ഓപ്പണിംഗ് ബുക്കായിരുന്നു എനിക്ക്. ബിക്കോസ് എത്രത്തോളം നമ്മുടെ ലൈഫിനെ നമ്മുടെ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കാരണം നമ്മുടെ ലൈഫ് എങ്ങനെ ഇവോൾവ് ആകുന്നുണ്ട് എന്നതിനെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ പറ്റിയത് ആ ഒരു ബുക്ക് വായിച്ചിട്ടാണ്. സോ ലെറ്റ് മീ ഷോ യു ദാറ്റ്. സോ ഈ ഒരു ബുക്ക് കാണുന്നുണ്ടോ? ദ സീക്രട്ട്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ബുക്സ്. ആൻഡ് മിക്ക സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, സെലിബ്രിറ്റീസ് ആൻഡ് സ്പോർട്സ് പേഴ്സൺ, അങ്ങനെ കുറേ ആൾക്കാർ ഈ ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു ഡോക്യുമെൻ്ററി ഉണ്ട് ആക്ച്വലി. സോ ഞാൻ ആ ഡോക്യുമെൻ്ററി കണ്ടതിന് ശേഷം വായിക്കണമെന്ന് തോന്നി വാങ്ങിച്ച ഒരു ബുക്കാണ്. ആൻഡ് ഐ സജസ്റ്റ് ദിസ് ബുക്ക് ടു ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ നിങ്ങൾക്കും വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് എടുത്ത് വായിക്കാമെന്നാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, മൈൻഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം. സോ അത് നമ്മൾ ട്രേഡിങ്ങിനകത്തും ഇതേ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്കറിയാം, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ കർവിൽ പോകുന്ന ഒരു കരിയർ പാത്തേ അല്ല. അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്. നമുക്ക് വിന്നിങ് സിറ്റുവേഷൻസ് ഉണ്ട്, ലൂസിങ് സിറ്റുവേഷൻസ് ഉണ്ട്, ലൂസിങ് സ്ട്രീക്സ് ഉണ്ട്. സോ ഇതിനെല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സ് വേണം. അതില്ലെങ്കിൽ നമ്മളെപ്പോഴും വീക്കായിട്ടിരിക്കും, നെഗറ്റീവായിട്ട് ചിന്തിക്കും, ഇത് നമുക്ക് പറ്റിയ പണിയല്ലെന്ന് ഓർത്ത് ഇട്ടിട്ട് പോകേണ്ട സിറ്റുവേഷൻ വരെയുണ്ട്. ഈവൻ എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് യുനോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ബിഗിനർ സെറ്റപ്പിൽ നിൽക്കുമ്പം, അല്ലെങ്കിൽ അമച്വറായിട്ട് നിൽക്കുമ്പം നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകും. അപ്പം മനസ്സ് വീക്കാകുമ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് വർക്കൗട്ട് ആകുന്ന ഒന്നാണോ, എനിക്കിത് പറ്റുമോ, എനിക്ക് ഇത് ചെയ്താൽ റെഡി ആകുമോ എന്ന്. സോ എൻ്റെ മനസ്സ് നെഗറ്റീവ് ആകുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായ ഉടൻ തന്നെ ഞാൻ എന്നെ സ്വിച്ച് ചെയ്തു. സോ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് പറ്റും, ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ വരെ വന്നിട്ടുണ്ട്. ആൻഡ് ബാക്കിലേക്കൊന്ന് ചിന്തിച്ച് നോക്കും, ഞാൻ ആദ്യം ചാർട്ട് എടുത്ത സമയത്ത് എനിക്കിത് എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ട്രേഡ് ചെയ്യണം, എന്താണ് ട്രേഡിംഗ് എന്ന് പോലും അറിയത്തില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇതുവരെ ഞാൻ അച്ചീവ് ചെയ്തെടുത്തു, ഇതുവരെ ഞാൻ പഠിച്ചെടുത്തു. ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഞാൻ ആ സ്റ്റേജിലേക്ക്, ആ സക്സസ്ഫുൾ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിച്ചു എന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് 2 ഇയേഴ്സിന് ശേഷം ആൻഡ് ഇപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, എനിക്ക് ട്രേഡിംഗ് എന്താണെന്ന് അറിയാം. എനിക്ക് എപ്പോൾ ട്രേഡ് എടുക്കണം, എപ്പോൾ ട്രേഡ് എടുക്കണ്ടെന്നറിയാം. എന്താണ് ഞാൻ ചെയ്യുന്ന പെയർ എപ്പോഴാണത് മൂവ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാമെന്നുള്ള ബോധ്യം എനിക്കിപ്പോൾ വന്നു. വൈ ഐ ഡിഡ് നോട്ട് ഗിവ് അപ്പ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. എൻ്റെ മനസ്സിനെ ഞാൻ വീക്കാക്കി വെച്ചില്ല, നെഗറ്റീവാക്കി ഇത് നിർത്തണം, എനിക്ക് വേറെ സ്കില്ല് പഠിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് പോകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, ഇത് വർക്കൗട്ട് ആകുന്നില്ല എന്ന് ഞാൻ അന്ന് മനസ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നെങ്കിൽ ഞാനിന്ന് ഇത് അച്ചീവ് ചെയ്യത്തുമില്ല, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നുള്ള സ്കില്ല് പഠിച്ചെടുക്കാൻ ശ്രമിക്കത്തുമില്ല ബാക്കി അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പോൾ എൻ്റെ ഇമോഷൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാം, എൻ്റെ സൈക്കോളജി പ്രോപ്പറാണ്. ആൻഡ് ഐ എം സൂപ്പർ കോൺഫിഡൻറ്റ് അബൌട്ട് ഓൾ ദീസ് എലമെൻറ്റ്സ്. ഈവൻ ദോ ഞാൻ ഇതുവരെ പൈസ ഉണ്ടാക്കിയിട്ടില്ല, ട്രേഡിങ്ങിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധമല്ല, പക്ഷേ എന്നാലും ഇടയ്ക്കൊരു തോട്ട് വരും, ഇത്രയും നാളായിട്ടും ഒന്നും അച്ചീവ് ചെയ്തില്ലല്ലോ, ബാക്കിയുള്ളവർ അച്ചീവ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അവിടെ ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് വിഷയം. അതുകൊണ്ട് കമ്പയർ ചെയ്യാതിരിക്കുക, ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കാമെന്ന് ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്യും. പോസിറ്റീവ് അഫർമേഷൻസ് എന്നാണ് പറയുന്നത്. സോ ഈവൻ ഒരു ലോസ് എടുത്തതിന് ശേഷവും നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെക്കുറിച്ച് സംസാരിക്കല് എന്നാണ് ICT പറയുന്നത്. എപ്പോഴും പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക, പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ആൻഡ് നമ്മളോട് തന്നെ പറയുക, ഇത് ജസ്റ്റ് ഒരു ലോസ് മാത്രമാണ്, ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് കിടക്കുവാണ്. സോ ഇതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അക്സെപ്റ്റ് ദാറ്റ് യു ലോസ് ദ ട്രേഡ്, ഇറ്റ് വാസ് യുവർ മിസ്റ്റേക്ക്. ആൻഡ് അതിനനുസരിച്ച് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് റിയാക്ട് ചെയ്ത് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. സോ ഓൾവേസ് കീപ്പ് യുവർ മൈൻഡ് പോസിറ്റീവ്. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഉടനെ തന്നെ നമ്മൾ ആ ലൂപ്പിനകത്തോട്ട് പെട്ടുപോകും. പിന്നെ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
സോ മൈൻഡ് എന്നുള്ള ഒരു പവർഫുൾ ടൂളിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇരിക്കും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. ഇതിനകത്ത് പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം രാവിലെ എണീറ്റ് നമ്മുടെ കാറിലറിയാതെ തട്ടിയ ഉടനെ തന്നെ നമ്മൾ കേഴ്സ് ചെയ്യും, പണ്ടാറടങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ തുടങ്ങി. സോ നമ്മളെല്ലാം നെഗറ്റീവ് പറയുന്നതനുസരിച്ച് നെഗറ്റീവ് നമുക്ക് തിരിച്ചു വരികയും കൂടെ ചെയ്യും. വാട്ട് എവർ വി സ്പീക്ക് ഈസ് വാട്ട് വി റിസീവ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നമ്മൾ ആകുന്നതെന്നാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് വിശ്വസിക്കാൻ തുടങ്ങിയാൽ നെഗറ്റീവായിട്ട് തന്നെ അത് ഫീഡ്ബാക്കായിട്ട് തിരിച്ചു വരും. സോ ട്രേഡിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു 2 ലോസ് എടുത്തു, എനിക്ക് എന്തോ എൻ്റെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നില്ല, എന്തോ മിസ്സിംഗ് ആണ്, എനിക്ക് വർക്കൗട്ട് ആകുന്നില്ല, എനിക്ക് ഫേവറബിൾ ആയിട്ടില്ല, ഇതെല്ലാം ഞാൻ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. സോ വെനെവർ യു ആർ സ്പീക്കിംഗ് നെഗറ്റീവ് ഓഫ് യുവർ സെൽഫ്, ആ നെഗറ്റിവിറ്റി തന്നെ തിരിച്ചു വന്നു ശരിക്കും, ആൻഡ് യു വിൽ കണ്ടിന്യൂ ഫോളോയിങ് ഇൻ ടു ദ ട്രാപ്പ് ഓഫ് ലൂസിങ് ട്രേഡ്സ്. അതേസമയം അവിടെ ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് കാരണമാണ് എനിക്ക് ലോസ് സംഭവിച്ചത്, അതുകൊണ്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ അതിൽ നിന്ന് പഠിക്കുന്നു, ഞാനത് റിഫൈൻ ചെയ്യുന്നു, ഇനി ഞാൻ മുന്നോട്ട് ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നോക്കും. ഞാൻ പോസിറ്റീവ്, എനിക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം, എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യണം. വേറെ ആരും നമുക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തരുമോ? ഇല്ല. നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് 1-2 പ്രാവശ്യം ഒരാളോട് പറയാം, അവരിത് കേട്ട് കുറച്ച് കഴിയുമ്പോൾ മടുക്കും. പക്ഷേ ഒരിക്കലും മടുക്കാത്ത ഒരാൾ നമ്മൾ മാത്രമാണ്. സോ നമുക്കറിയാം ഇത് അച്ചീവബിൾ ആണ്. സോ നമ്മളായിരിക്കണം നമുക്ക് വേണ്ടി തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടി തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കാനും നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനും. നോ വൺ എൽസ് ഇസ് കമ്മിങ് ടു സേവ് യു. സോ ബി യുവർ ഓൺ സേവിയർ ആൻഡ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള മൈൻഡ് കീപ്പ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു വെപ്പൺ എന്ന് പറഞ്ഞാൽ അത് മനസ്സാണ്. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാടുണ്ട്, അതൊരു സ്ട്രോങ് മനസ്സ് വേണം. അതിന് ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാനാണ് പ്ലാൻ എങ്കിൽ ട്രേഡിങ്ങിനകത്തോട്ട് ഇറങ്ങാതിരിക്കുക. ആൻഡ് ഗിവ് അപ്പ് ചെയ്യുന്ന മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടാണ് ഇതിനെ സമീപിക്കുന്നതെങ്കിൽ അങ്ങനെയും ട്രേഡിങ്ങിനകത്തോട്ട് ഇറങ്ങാതിരിക്കുക. വേറെ എന്തെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലി അല്ലെങ്കിൽ ലൈഫ് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. സോ റിസ്ക് ഇല്ലാതെ റിവാർഡില്ല. ആൻഡ് അൺലെസ് യു ഫൈൻഡ് ദാറ്റ് ലൈറ്റ്, ദർ ഈസ് ഓൾവേസ് എ ലൈറ്റ് അക്രോസ് ദ ടണൽ എന്നാണ്. സോ ആ ലൈറ്റ് കാണുന്നിടം വരെ അത് പെർസ്യൂ ചെയ്തിരിക്കുക, വീണ്ടും നടന്നിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ്സ് എ മൂവി ഇൻ ആപ്പിൾ TV. എൻ്റെ ഫുൾ പേര് ഞാൻ മറന്നുപോയി. കുറച്ച് ആനിമൽസ് ഒരു ചെറുക്കനും കൂടെ ഉള്ള ദ ബോയ്, ദ ഫോക്സ്, ദ ഹോഴ്സ്, അങ്ങനെ ഉണ്ടാണ് അതിൻ്റെ ടൈറ്റിൽ വരുന്നത്. സോ ഞാൻ ആ ഫോട്ടോ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഇത് തന്നെ ഇട്ട് തരാം. സോ ആ പടത്തിനകത്ത് ഈ ഒരു കുതിരയും ആ ചെറുക്കനുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനുണ്ട്, ഒരു സംസാരം, ഒരു ടോക്ക് വരുന്നുണ്ട്. സോ നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ചെറുക്കൻ പറയുകയാണ്, എനിക്ക് മുന്നോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കുതിര ചോദിക്കുന്നത്, നിൻ്റെ ഫ്രണ്ടിലുള്ള അടുത്ത സ്റ്റെപ്പ് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം ചെറുക്കൻ പറയും, യെസ് ഐ ക്യാൻ സീ ദാറ്റ് എന്ന് പറയും. അപ്പം അതിൽ ഫോക്കസ് ചെയ്യുക, ആ സ്റ്റെപ്പ് എടുത്ത് വെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കുക, ആ സ്റ്റെപ്പ് എടുത്ത് വെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ആ മിസ്റ്റിനകത്തൂടെ കടന്നു വരുന്നത്. അതേപോലെ തന്നെ ട്രേഡിങ്ങിനകത്ത് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം പയ്യെ എടുത്ത് വെച്ചാൽ മതി. ആൻഡ് കീപ്പ് യുവർ മൈൻഡ് ഓൾവേസ് പോസിറ്റീവ്. നെഗറ്റീവ് ഫീഡ്ബാക്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ലൂപ്പിനകത്തോട്ട് പെട്ടുപോകാതിരിക്കുക. ഓൾവേസ് ഗിവ് പോസിറ്റീവ് അഫർമേഷൻസ് ആൻഡ് സെൽഫ് ടോക്ക്. അങ്ങനെ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് വെക്കുക. നമുക്ക് ട്രേഡിങ്ങിനകത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾ അപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊരു സ്റ്റേജ് വരെ ഉള്ളൂ, ഈ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുന്ന സ്റ്റേജ് വരെ ഉള്ളെന്ന് വിചാരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. നമ്മൾ സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി തുടങ്ങി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കി തുടങ്ങിയെങ്കിൽ പോലും യു നീഡ് ദിസ് പോസിറ്റീവ് മൈൻഡ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. ഇത് ലൈഫ് ലോങ് വേണ്ട ഒരു സ്കില്ലാണ്. സോ ഒരു സ്റ്റേജ് വരെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ സ്കില്ലല്ല പോസിറ്റീവ് അഫർമേഷൻസ് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നമ്മൾ സക്സസ്ഫുൾ ആയാലും ലോസസ് വരും, ലൂസിങ് സ്ട്രീക്ക് വരും. അവിടുത്തെ സർവൈവ് ചെയ്യാനും അവിടുത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടത് നമ്മുടെ മൈൻഡ് മാത്രമേ ഉള്ളൂ. So keep that in mind and keep a positive mind. So bye.